അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ജാനകിയുടെയും അബിയുടെയും ജീവിതം വളരെ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുവാണ്. സൂര്യനാരായണൻ വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പക്ഷെ ഇപ്പോഴും ആ ഒരു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാനോ ഒന്നും പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരാനായിട്ട് സൂര്യക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ചില സത്യങ്ങളും ചതികളും പുറത്താകുക മാത്രമല്ല, സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനും സൂര്യക്ക് സാധിച്ചു. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അബിക്കും ജാനകിക്കും നേരിടേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഈ ഒരാഴ്ച എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക, പുതിയതായിട്ട് എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ തിരിച്ച് ഹോസ്പിറ്റൽ വാസം, ആശുപത്രി വാസം കഴിഞ്ഞ് സൂര്യനാരായണൻ അളകാപുരിയിലേക്ക് കാലെടുത്ത് വെക്കുവാണ്. അപ്പോൾ ഈ ഒരു സൂര്യനാരായണൻ ഇല്ലാത്ത തക്കം നോക്കിയിട്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണം എന്ന് നമ്മളെ തമ്പിയും മകളായ അപർണയും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആദ്യപടിയായിട്ട് ലച്ചുവിനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വിനായകനും കൂട്ടർക്കും വേണ്ടിയിട്ട് തമ്പി ഒത്താശ ചെയ്ത് കൊടുത്തത്. വേറൊന്നുമല്ല, അപർണയോട് പറഞ്ഞിട്ട് രാത്രി തന്നെ അവിടെ പുരുഷന്മാരാരുമില്ലാത്ത തക്കം നോക്കിയിട്ട് ലച്ചുവിനെ കടത്തിക്കൊണ്ടു പോകാനായിട്ട് തമ്പി അവർക്ക് വഴി പറഞ്ഞു കൊടുത്തു. രാത്രി പുറകുവശത്തെ വാതിൽ അപർണ തുറന്നിടുകയും ആ വാതിൽ കൂടി നിങ്ങൾ കയറി ലച്ചുവിനെ തട്ടിക്കൊണ്ടു പോയാൽ മതി, ഇരു ചെവി അറിയാതെ വേണം ചെയ്യാനായിട്ട് എന്നൊക്കെ തമ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപർണ സഹായിച്ചു. അപർണ സഹായിച്ചത് പ്രകാരം ഇവര് പതുക്കെ അകത്തോട്ട് കയറി കോണിപ്പടി വഴി കയറി അവിടെ അകത്ത് ലച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ലച്ചുവിന്റെ വാ പതുക്കെ മൂടി കെട്ടിയതിനു ശേഷം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ലച്ചുവിനെ പിടിച്ചുകൊണ്ട് അവർ താഴോട്ട് വരുവാണ്. അപ്പോൾ കോണിപ്പടി വഴി ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് പൊന്നു പെട്ടെന്ന് ചാടി ഇട്ടു നോക്കുമ്പോൾ ലച്ചുവിനെ കാണാനില്ല. അവിടെയെല്ലാം നോക്കി ലച്ചുവിനെ കാണാനില്ല. അങ്ങനെ ലച്ചു ചെറിയമ്മ എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് പൊന്നു പതുക്കെ നടന്ന് വരുവാണ്. വരുന്ന സമയത്താണ് ചെറിയൊരു ശബ്ദം കേട്ടത്. നോക്കുമ്പോൾ ലച്ചുവിനെ കുറച്ചുപേര് തട്ടിക്കൊണ്ടു പോകുവാണ്. അത് കണ്ടപാടെ തന്നെ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത പൊന്നു ലച്ചുവിന്റെ രക്ഷകയായിട്ട് പിന്നീട് മാറുവാണ്. അങ്ങനെ പൊന്നുവിന്റെ സഹായത്തോടുകൂടി ലച്ചു രക്ഷപ്പെട്ടു. അതോടുകൂടി തമ്പിയുടെയും അപർണയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. മാത്രമല്ല, ആശുപത്രി വാസം കഴിഞ്ഞ് തിരിച്ച് സൂര്യനാരായണൻ അളകാപുരിയിലോട്ട് എത്തുവാണ്. അളകാപുരിയിൽ എത്തുന്നത് പഴയ സൂര്യനാരായണനായിട്ടല്ല, എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് ഏതൊക്കെ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കും, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വരുന്ന ഒരു സൂര്യനാരായണനാണ്. സൂര്യനാരായണൻ വന്നു. സൂര്യയെ കൊണ്ട് അബിയും ജാനകിയും അകത്തുകൊണ്ട് കിടത്തി. സൂര്യ വന്ന പാടെ തന്നെ പ്രഭാവതി സൂര്യയെ കാണാനായിട്ട് പോയി. മാത്രമല്ല, മുത്തശ്ശിയും സ്നേഹം ചൊരിഞ്ഞുകൊണ്ട് സൂര്യയുടെ അടുത്തേക്ക് പോയി. ഇനി എന്തായാലും സൂര്യയോട് അടുത്ത് മണിയടിച്ച് നിന്നിട്ട് സൂര്യയെ കൊണ്ട് ആ ഒരു സ്വത്തുക്കള് ഇപ്പോൾ ഭാഗം വെച്ചത് മാറ്റി റദ്ദ് ചെയ്യിപ്പിച്ചിട്ട് ഒന്നുകൂടി പ്രഭാവതിയുടെയും മുത്തശ്ശിയുടെയും ആഗ്രഹപ്രകാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളാണ് ഇനി മുത്തശ്ശിക്കും പ്രഭാവതിയുടെയും ഭാഗത്തു നിന്ന് വരുന്നത്. എന്നാൽ സൂര്യ പഴയ സൂര്യയല്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യ പഴയ സൂര്യയല്ല, ഇനി ഇതൊരു പുതിയ ജന്മമാണ്. വന്നപാടെ തന്നെ തന്റെ ശത്രുക്കൾക്കെതിരെ ആഞ്ഞടിക്കാനായിട്ടാണ് സൂര്യ ആദ്യം ശ്രമിച്ചത്. വന്നപാടെ തന്നെ തന്റെ അമ്മയ്ക്കെതിരെയും പ്രഭാവതിക്കും എതിരെ സൂര്യ വിരൽ ചൂണ്ടി. നിങ്ങൾ ഒരാൾ കാരണമാണ് ഈ കുടുംബം നശിച്ചത്. എൻ്റെ അമ്മ കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അമ്മ വന്നപാടെ തന്റെ മക്കളെ രണ്ട് ചേരിയാക്കാനായിട്ട് അമ്മ ശ്രമിച്ചു. പ്രഭാവതിയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രഭാവതിയോട് ചില കള്ളങ്ങൾ പറഞ്ഞു. ഞാൻ ഇതുവരെയും സ്വത്തുക്കളുടെ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അമ്മ അത് അറിഞ്ഞു വെച്ചിട്ടും പ്രഭാവതിയോട് കള്ളങ്ങൾ പറഞ്ഞു. കള്ളങ്ങൾ പറയുക മാത്രമല്ല, ഈ സ്വത്തുക്കളെ പ്രഭാവതിയുടെയും കൂടി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് വരുത്തി തീർത്തു. ഈ ഒരു തുറുപ്പ് ചീട്ട് വെച്ചിട്ടാണ് അബിയെ അമ്മ അകറ്റി നിർത്തിയത്. അബിയെ അകറ്റി നിർത്തിയിട്ട് എന്തായി? ഇപ്പോൾ അവസാനം അകന്നു പോയത് അമ്മയാണ്. എല്ലാ മക്കളെയും വേർതിരിച്ച് കാണാനായിട്ടാണ് അമ്മ ശ്രമിച്ചത്. ആ ഒരു വേർതിരിവ് പ്രഭാവതിയുടെയും എല്ലാവരുടെയും ഉള്ളിലേക്ക് അമ്മ കുത്തിക്കയറ്റി. ആ വിഷം കുത്തിക്കയറ്റിയതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അളകാപുരി തകർന്നു നിൽക്കുന്നത് എന്നുകൂടി സൂര്യ പറഞ്ഞു. അങ്ങനെ വലിയ പൊട്ടിത്തെറികൾ തന്നെ അളകാപുരിയിൽ ഉണ്ടായി. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും വീണ്ടും ജാനകിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപർണ വരുന്നത്. ജാനകി ഇപ്പോൾ പുതിയ ജാനകിയാണ്. ഒന്ന് പറഞ്ഞാൽ തിരിച്ച് രണ്ടായിട്ട് പറയുന്ന ജാനകി അപർണയുടെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ തല കുനിച്ചില്ല.
തല കുനിച്ചില്ല എന്ന് മാത്രമല്ല അപർണയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ താഴ്ന്നു കൊടുത്തില്ല. തിരിച്ച് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുത്തു. ജാനകിയോട് അപർണ വന്ന് പറയുന്നത് വീണ്ടും സൂര്യനാരായണനെ അച്ഛനെ ഇത് പരിപാലിച്ച് വീണ്ടും സ്വത്തുക്കൾ കൈയടക്കാനായിട്ടാണോ നീ ശ്രമിക്കുന്നത്? നീ കാരണമാണ് ഈ കുടുംബം തകർന്നത് എന്നൊക്കെ ജാനകിയോട് അപർണ പറയുകയും, എന്നാൽ നിനക്ക് നാണമില്ലേ അപർണ ഇങ്ങനെ പറയാനായിട്ട്? നീ ഇത്രത്തോളം തരംതാണ് പോയോ? നീ ഒരൊറ്റ ഒരാൾ കാരണമാണ് ഇത്രയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞാൻ ഒരു തെറ്റ് ചെയ്തു, അത് അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഞാൻ തെറ്റ് ചെയ്തു. അത് വേറെ ഒന്നുമല്ല, നിന്നെ ഈ കുടുംബത്തിലെ മരുമകളാക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരുടെയും സമ്മതം വാങ്ങിച്ചുകൊണ്ട് ഞാൻ നിന്നെ മരുമകളാക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഞാൻ ചിന്തിക്കണമായിരുന്നു അപർണ പണി പറ്റിക്കുമെന്ന്. പക്ഷെ ഞാൻ അത് ചിന്തിച്ചില്ല. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. നീ വന്ന് എന്ന് നീ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് തൊട്ട് ഇവിടെ പ്രശ്നങ്ങളുണ്ടായതാണ്. അമ്മയെ എരിവേറ്റി കുത്തിത്തിരിപ്പുണ്ടാക്കി നീ ഇത്രയും പ്രശ്നങ്ങൾ വഷളാക്കി. അതുകൊണ്ട് അതേ പ്രശ്നങ്ങളും കൊണ്ട് ഇനി നീ വന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല മറുപടി തന്നെയാണ് അപർണയ്ക്ക് ജാനകി കൊടുത്തത്. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അവിടുത്തെ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പഴയ അളകാപുരിയാക്കി മാറ്റാനായിട്ട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും ജീവിക്കുന്ന അളകാപുരിയാക്കി മാറ്റാനായിട്ട് ജാനകിയും അഭിയും ഒറ്റക്കെട്ടായിട്ട് ശ്രമിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല അജയുടെ കള്ളങ്ങളെല്ലാം നിരഞ്ജന തിരിച്ചറിയുന്നുണ്ട്. അജയെ അട്ടപ്പടലം നമ്മളെ നിരഞ്ജന പൂട്ടുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഒടുവിൽ തൻ്റെ ലച്ചുവിന് രക്ഷകയായിട്ട് പൊന്നു മാറി. ലച്ചുവിന്റെ ഓരോ നിമിഷവും ലച്ചുവിന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരാണ് ലച്ചുവിന് രക്ഷകരായിട്ട് വരുന്നത്. ആദ്യം വന്നത് അബിയാണ് വന്നത്. അതിനുശേഷം ലച്ചുവിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിച്ച സമയത്ത് സച്ചിയും ദേവതയും അവരെ സഹായിക്കാനായിട്ട് എത്തി. ഇപ്പോൾ പൊന്നു എത്തി. അങ്ങനെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി തൊഴുത് പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ജാനകിയും അബിയും പൊന്നും ഒക്കെ. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക? അളകാപുരിയിൽ ഇപ്പോൾ ഒരു ശുദ്ധി കലശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആരൊക്കെ അകത്തോട്ടാകും, ആരൊക്കെ പുറത്തോട്ട് പോകും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.